ഹലോ വ്യൂവേഴ്സ്, ഏവർക്കും ലാറ്റിൻ ഡയറീസിന്റെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ? ലെറ്റ്സ് ട്രാവൽ ടുഗദർ. നിങ്ങളെ ഞാൻ ഇന്ന് നടത്തിക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് കാറിലൊന്നും അല്ല കൊണ്ടുപോകുന്നത്, ഇന്ന് കാറിലും ബസ്സിലും ഒന്നും അല്ല കൊണ്ടുപോകുന്നത്. ഇന്ന് നമ്മൾ നടക്കാൻ പോവാണ്. അപ്പൊ നടക്കുന്നത് നമുക്ക് അറിയാം ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ നമുക്ക് നടന്ന് 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 നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താം. ഓക്കെ, എവിടെയാണ് പോകുന്നതെന്നല്ലേ? ഇന്ന് നമ്മള് ഒരു ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. ക്രിസ്മസ് പാർക്ക് ഉണ്ട്. അങ്ങനെ കുറച്ച് ക്രിസ്മസിന്റെ കുറച്ച് വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ നടത്തിക്കൊണ്ട് കൊണ്ടുപോകുന്നത്. സോ ലെറ്റ്സ് കണ്ടിന്യൂ വാക്കിംഗ്. നിങ്ങളിപ്പോ കാണുന്നത് ഇവിടുത്തെ ഒരു ഓൾഡ് ഏജ് ഹോം ആണ്. അവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. അപ്പൊ ഓൾഡ് ഏജ് ഹോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അർജന്റീനയിൽ ഓൾഡ് ഏജ് ഹോം കൾച്ചർ ഉണ്ട്. നാട്ടില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾഡ് ഏജ് ഹോമിനെ പറ്റി നമുക്ക് എന്താ പറയുക, ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആണുള്ളത് അല്ലെ. ഇവിടെയാണെങ്കിൽ ഒരു 60-70 വയസ്സാകുമ്പോൾ ആൾക്കാർ തന്നെ പ്രിഫർ ചെയ്യും ഓൾഡ് ഏജ് ഹോമിലോട്ട് പോകാനായിട്ട്. കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് ആ പ്രായത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള. പിന്നെ ഒന്ന് മിണ്ടിയും പറഞ്ഞു ഇരിക്കാനായിട്ട് അതേ പ്രായത്തിലുള്ളവരാകുമ്പോൾ അവരുടെ മൈൻഡ് വളരെയധികം ആക്റ്റീവ് ആയിട്ടിരിക്കുകയും അതോടൊപ്പം തന്നെ ആയുസ് കൂടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അർജന്റീനയിൽ 70-80 മുകളിൽ ഒത്തിരി ശതമാനം ആൾക്കാർ ഉണ്ട് നാടുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ പാർക്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ക്രിസ്മസ് സംബന്ധമായിട്ട് എന്താ പറയാ, കുറെ സ്റ്റോളുകളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം കരകൗശല വസ്തുക്കളാണ്, ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സ്. അതിന് മുന്നേ തന്നെ ഈ പാർക്കിന്റെ മുന്നിൽ തന്നെ നല്ല അതിമനോഹരമായ ഒരു പള്ളിയുണ്ട് കേട്ടോ. അപ്പൊ പുറത്തുനിന്നുള്ള വ്യൂ മാത്രമേ എനിക്കിപ്പം കാണിക്കാൻ പറ്റത്തുള്ളൂ. അകത്തോട്ട് നമുക്കിപ്പം പ്രവേശനം ഇല്ല. നിങ്ങൾക്കെല്ലാം ഈ ഒരു വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെയധികം എന്താ പറയാ, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ എല്ലാം ഭയങ്കര മൾട്ടി കളർ എഫക്റ്റ് ആണെന്ന് പറയാം. എല്ലാം ഭയങ്കര കളർഫുൾ ആണ്. അപ്പൊ മഗ്സ് കാണാം നിങ്ങൾക്ക്, പിന്നെ എല്ലാം വീട് സംബന്ധിച്ചിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ആണ് എല്ലാം. പിന്നെ അതിൽ തന്നെ കൈകൊണ്ട് തുന്നിയ വസ്ത്രങ്ങൾ, ഫോട്ടോ ഫ്രെയിംസ്, അതോടൊപ്പം തന്നെ ജ്വല്ലറി ഐറ്റംസ്. കൂടുതൽ നിങ്ങൾ കാണുന്നത് സിൽവർ ഐറ്റംസ് ആണ് കാണുന്നത്. സിൽവറും സ്റ്റോൺ മെയ്ഡ് മെറ്റീരിയൽസ് ആണ് ജ്വല്ലറി ഐറ്റംസിൽ കാണുന്നത്. ഇവിടെ നാടുമായിട്ട് ജ്വല്ലറി പറഞ്ഞപ്പോഴാണ് ഏറ്റവും ഓർമ്മ വന്നത്. നാട്ടില് നമ്മൾ ഗോൾഡ് ഒത്തിരി യൂസ് ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ച് നമ്മള് കേരളക്കാര് അല്ലെ. ഇവിടെ തികച്ചും ഓപ്പോസിറ്റ് ആണ് ഇവര് കൂടുതലും സിൽവറും സ്റ്റോൺ ഐറ്റംസ് ആണ്, സ്റ്റോൺ മെറ്റീരിയൽസ് ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്.
ഇതേ ക്രിസ്മസ് മാർക്കറ്റിന്റെ രാത്രി വ്യൂ ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. അപ്പൊ രാവിലെ പോയ സമയത്ത് രാവിലെയും രാത്രിയും തമ്മിൽ കുറെ ഡിഫറൻസ് ഉണ്ട്. കാരണം വെച്ചാൽ രാത്രി കുറച്ച് ലൈറ്റ് ഇലുമിനേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാക്കിയിട്ടാണ് അവര് ഡെക്കറേഷൻ ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിപ്പം കാണാം കുറെ സ്റ്റോൾസ് ഒക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. എല്ലാം രാവിലെ നമ്മൾ കണ്ട സ്റ്റോൾസിലെല്ലാം അടച്ചു. കുറച്ച് മാത്രമേ ഇപ്പോ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പം ഈ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ രാത്രി നല്ല രസമുണ്ട്. എല്ലാ ആൾക്കാരും വന്നിട്ട് ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാ ആൾക്കാരും കുറച്ചു നേരം പാർക്കിലിരുന്ന് വിശ്രമിക്കുകയും പിന്നെ ഇതേ കണക്ക് കുറച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് നല്ലൊരു ഫീലാണ് ഈ ഒരു സ്ഥലം. അങ്ങനെ ഞാൻ ഇവിടെ പാർക്കിന്റെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ കുറെ കുട്ടികള് ഡാൻസ് കളിക്കുന്ന കണ്ടത്. ഇതെന്താണ് അപ്പൊ സംഭവം എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഒരു ഡാൻസ് സ്കൂള് ക്രിസ്മസ് അനുബന്ധിച്ച് അവരുടെ ഒരു ഡാൻസ് പെർഫോമൻസ് തന്നെ അവിടെ നടത്തുമായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ആ കാഴ്ചയിലോട്ട് ഇപ്പം പോവാം. Mazapanes, que traigan los mazapanes, que traigan los mazapanes y un ponche también. Noticias traerán a tu lindo hogar. Los tres reyes magos te visitarán. Feliz Navidad a todos, feliz Navidad a todos, feliz Navidad a todos y año nuevo también. Feliz Navidad a todos. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. തിരിച്ച് വീട്ടിലെത്തിയ പാടെ ഞാൻ എന്റെ കുഞ്ഞായിട്ട് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നെ കൊണ്ട് ഒരു വക ചെയ്യാനായിട്ടുള്ള സമ്മതിച്ചില്ല. അവൾക്ക് തന്നെ എല്ലാം ചെയ്യണമെന്ന് പറയാൻ തുടങ്ങി. അപ്പൊ എന്താ പറഞ്ഞ അവൾക്ക് തന്നെ ഞാൻ വിട്ടുകൊടുത്തു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷമല്ലേ. എല്ലാ മാതാപിതാക്കളെ പോലെ എനിക്കും അങ്ങനെയാണ് കേട്ടോ. അത് മാത്രമല്ല, കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഒരു ഗിഫ്റ്റിന്റെ വലിപ്പം ചെറുപ്പം അനുസരിച്ചിട്ടുള്ളല്ലോ സ്നേഹം അളക്കുന്നത്. അപ്പൊ അത് കൊടുക്കുന്ന നല്ല മനസ്സാണ് ഏറ്റവും വലിയ എന്താ പറയാ നമ്മളുടെ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു കോവിഡ് കാലഘട്ടത്തില് ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാം നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന സമയവും സ്നേഹവുമാണ്. Navidad a todos, feliz Navidad a todos, feliz Navidad a todos y año nuevo también. Noticias. ഏവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ. ഈ വിളക്ക് നമുക്ക് നൽകുന്ന പ്രകാശം പോലെ ആകട്ടെ നമ്മളുടെ എല്ലാവരുടെയും ജീവിതം. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ഐശ്വര്യപൂർണവും സമാധാനപൂർണവും ആയിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ഹാപ്പി ക്രിസ്മസ്. Noticias traerán a tu lindo hogar.
Navidad a todos.